ഹലോ, അപ്പം ഇന്ന് നമുക്കൊരു പെരുന്നാൾ വ്ളോഗായാലോ. ഇത് ഞങ്ങളുടെ ശനിയാഴ്ചയിലത്തെ ഔട്ട്ഫിറ്റായിരുന്നു. ഞാൻ എന്തായാലും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ മറ്റേ മൂളികളൊക്കെ നിരത്തി പരത്തി വെച്ച് അമ്പ് പോയപ്പോൾ കത്തിക്കാനും പറ്റിയില്ല. സാധനം കത്തണ്ടേ. ഞാൻ പിന്നെ പപ്പേനെ ഏൽപ്പിച്ച് വേഗം കുടങ്ങി എണീറ്റ് അമ്പിൻ്റെ വഴിക്കൂടെ സൂന്നും പറഞ്ഞ് ചെറുതിനെ വലിച്ചുകൊണ്ട് പോയി. അപ്പം പറഞ്ഞു, എനിക്ക് കമ്പിത്തിരി കത്തിക്കണം, നീ നേരത്താണോ അവൻ്റെ കമ്പിത്തിരി കത്തിക്കൽ? ഞാൻ പറഞ്ഞു, വന്നിട്ട് കത്തിക്കടാ എന്നും പറഞ്ഞിട്ട് അമ്പിൻ്റെ ഇടയിൽ കുത്തി കയറ്റി. എന്താ ഇത്, ഈ സാധനത്തിനുള്ളിൽ കയറി നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാ പെരുന്നാൾക്കും മുമ്പ് നിറച്ച അമ്പിളായിരുന്നു അതിൻ്റെ മുന്നിൽ. ഇതാകുമ്പോൾ കുഞ്ഞിടവയ്ക്ക് കാരണം അധികം ആരുമില്ല. പ്രതീക്ഷണത്തിന് ഇടയിൽ ഈ സാധനത്തിനുള്ളിൽ കയറി നിൽക്കാൻ എങ്ങനെയുണ്ട് അകലും സഫലം മണിഞ്ഞ് ഞാനിതിനുള്ളിൽ കയറി നിന്നു. അതിനിടയ്ക്ക് എൻ്റെ പിള്ളേർ ടൂർ പോകാനെന്ന് വിചാരിച്ചിട്ട് ആ വരിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പകുതി കട്ട് ചെയ്തൊക്കെ ചെയ്ത്, കാരണം ഇവൻ്റെ സമ്മതിക്കണില്ല. ഇവൻ പറയും ഇവനെ എടുത്തുകൊണ്ട് നടക്കാൻ. പള്ളിയുടെ ഫ്രണ്ട് വശം ഇതിങ്ങനെയായിരുന്നു കേട്ടോ. അതിൻ്റെ പിക്ചേഴ്സ് മാറി വരണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പ്രദക്ഷിണത്തിൻ്റെ കൂടിയാണല്ലോ. 2 യൂണിറ്റ് 4 യൂണിറ്റ് എന്തൊക്കെ പറയണം, മൊത്തം 4 യൂണിറ്റുള്ളൂ. 2 യൂണിറ്റ് ഇങ്ങോട്ട് വന്നാൽ 2 യൂണിറ്റ് എന്തൊക്കെ പറയണേ. അതായത് 2 പെൻസെറ്റുള്ളൂ. ഒരു പെൻസെറ്റ് മുകളിൽ നിന്ന് വരും, ഒരു പെൻസെറ്റ് അടിയിൽ നിന്ന് കയറി വരും. ഞങ്ങളിതേ മുകളിൽ നിന്ന് അടിയിലേക്ക് വന്നു, അടിയിലുള്ള ഒരു മുകളിൽ കയറി വന്നു. അങ്ങനെ 2 പേരും കൂടി ചേർന്ന് ഒരുമിച്ച് പള്ളിയിൽ കയറി പോകും. അതന്നെ സംഭവം. അതിൻ്റെ ഇടയിൽ പകുതിയിലെത്തിയപ്പോൾ ഇതൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വേറൊരു വിറ്റ് നടന്നു. ഒരു പോലെ സാധനമായിരുന്നു ഇതൂടെ വന്നിട്ട് ഞങ്ങളുടെ അയറ്റി കൂടിയേ വന്ന്. എന്നിട്ട് ചേട്ടന്മാർ പറയാം, ഓടിക്കോ മക്കളേന്ന്. കിട്ടിയാലൊക്കെ പറക്കി വെച്ച് ഞാൻ അങ്ങോട്ട് ഓടി. ടോം മോഡലും പട്ടലും ഒരുമിച്ചായിരുന്നു. ചെവിട്ടിനുള്ളിൽ കുറച്ച് നിരക്കീന്ന് പറഞ്ഞ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതതിൻ്റെ ഇടയിൽ നടക്കണത്. പള്ളിയിലെത്താറായിപ്പടയുന്ന ആ ഗുണ്ട് ഞങ്ങളുടെ അടുത്ത് ഓടി വന്നത്. എന്തായാലും ഗുണ്ടിന് വരെ സ്നേഹം തോന്നി തുടങ്ങി. ഭാഗ്യ സ്നേഹം വല്ലാണ്ട് മൂത്തരിയത്ത് വന്ന് പൊട്ടണ്ടിരുന്നത്. എന്തായാലും ഞങ്ങളിത് പള്ളിയിലേക്കൊക്കെ കയറി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോണതൊക്കെ കാണാം. കാരണം ഞാൻ ഓണാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പിടിച്ച സമയത്തായിരുന്നു ആ സാധനം ഉരുണ്ട് പടങ്ങി ഞങ്ങളുടെ അരിയത്തേക്ക് വന്നത്. പിന്നെ ഞാൻ ചുറ്റുമുള്ളതൊന്നും നോക്കിയില്ല. ആങ്കടെ ജീവന് ഒരു കൊച്ചിന് കയ്യിൽ കിട്ടിയില്ല, ഒരു കൊച്ചിന് കയ്യിൽ കിട്ടിയില്ല. ഭാഗ്യത്തിന് അവൻ അപ്പുറത്ത് ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വേഗം പിള്ളേരെയും കൊണ്ട് വേഗം വലിച്ചു കയറി. കാരണം ഇനി ആ ചേട്ടന്മാർ പൊട്ടിച്ചാൽ എൻ്റെ കഥ തീരുമാനവും. എന്താണെന്നറിയില്ല, എനിക്ക് പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയൊന്നും ഭാഗ്യം ആൾക്കാർ ഇറങ്ങിയില്ലെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ഓടിക്കടി ഫ്രണ്ടിലെത്തിയത് അടുത്ത പൊട്ടിക്കൽ. അങ്ങ് അപാരമായ കാരണം ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറി വിളിച്ചിരുന്നു. അപ്പത്തേ പള്ളിയുടെ ഉള്ളിലെ സൈഡിൽ ഫുള്ളും തേനീച്ച. കുത്ത് കിട്ടാതെ വേഗം വീട്ടിലേക്കും പോയി. രാത്രിയിൽ ഈ നേരത്ത് പോകാൻ എന്താ രസമല്ലേ. അപ്പണ്ടാ മുറ്റത്ത് കിടക്കണ കടലാസുകളൊക്കെ പറക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഇടറാന്ന് പറഞ്ഞ് രാവിലെ ചീത്തയും വിളിച്ച് അവറ്റകളും കൊണ്ട് വീട്ടിൽ കയറി. പിറ്റേ ദിവസത്തെ ഔട്ട്ഫിറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, പിന്നെ ഗാനമേള അതൊക്കെയാണെന്ന്. അപ്പം ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ടീം ടു ഓർഡർ എന്ന് ഞാൻ ഇപ്രാവശ്യം പറയുന്നില്ല, കാരണം ഇപ്രാവശ്യം നമ്മുടെ വിൽക്കാനൊന്നുമില്ല. കണ്ട ഈ പിള്ളേർ കിടന്ന് കാണിക്കണ്ടില്ലേ. ഇതാണ് എൻ്റെ ഞായറാഴ്ചയുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. ടാറ്റാ.